എവിടാ പറഞ്ഞേ? എന്തുവാ പറഞ്ഞേ? ഹലോ ഗൈസ്, ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ലോങ് വീഡിയോസ് ഇടാതിൻ്റെ മെയിൻ കാരണം ഇവിടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് പനിയായിരുന്നു. ദുബി ഉരുണ്ട് വീണ് താടിക്ക് 4 സ്റ്റിച്ച് വന്നു കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ അനുസരിച്ച് അവിടെ കാഷ്വാലിറ്റിയിലുള്ള ഓരോ അസുഖങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. ആദ്യം പനിയായിരുന്നു, പിന്നെ കണ്ണിത്തീരമായി. ഇപ്പോൾ കണ്ണിത്തീരമൊക്കെ കുറച്ച് കുറഞ്ഞ് കുഴപ്പമില്ലാതിരിക്കുകയാണ്. ഇന്ന് ദുബിയുടെ സ്റ്റിച്ച് എടുക്കാൻ പോകുന്നത് കൊണ്ട് ദുബി ഇന്ന് രാവിലെ സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പോൾ അവന് ഇടിയപ്പം വേണോ, പുട്ട് വേണോ, ഉപ്മാവ് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് കരുതി. ഇതാണ് പിങ്ക് സാഗോ. അപ്പോൾ ഈ നമ്മുടെ സാധാരണ നാട്ടിലെ ചവരി തന്നെയാണ്, പക്ഷേ ഇതിന് പിങ്ക് കളറാണ്. പിങ്കും പച്ചയും പല വർണ്ണത്തിലൊക്കെ കിട്ടും, മഴവിൽ വർണ്ണത്തിലൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ അതിലെ കുറച്ച് പിങ്ക് സാഗോ എടുത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ നോക്കിയാലും കാണാൻ പറ്റത്തില്ല, കാരണം ഇത് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുവാണ്. ഇത് സ്ട്രോബെറി പ്രിസർവ്സ് എടുത്തിട്ടുണ്ട്. ജൈൻറ്റിൽ നിന്ന് വാങ്ങിച്ച വാട്ടർമെലനാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ട് വാങ്ങിക്കാൻ പറ്റും, ഹാഫായിട്ട്. ഇത് എന്താകും എന്ന് എനിക്കറിയത്തില്ല. ദൂവി കുഞ്ഞ് കഴിച്ചാൽ കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ദൂവിയാണ് പറയേണ്ടത് കേട്ടോ. വാട്ടർമെലൻ തന്നെ ക്യൂബ്സ് ആയിട്ടോ സ്ക്വയർ ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എനിക്ക് പറ്റുന്ന പോലെ ഇത്രയും 1 കപ്പ് വാട്ടർമെലൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ ആദ്യം ഒഴിക്കുന്നത്. ആദ്യം നമുക്ക് ഇച്ചിരി സ്ട്രോബെറി സിറപ്പ് ഒഴിക്കാം, ഉമ്മണി ഒഴിക്കാം. ഇത്ര ഒഴിച്ചു, ഓക്കെ. സിറപ്പൊക്കെ എത്രയും മതി. ഇത് ഇട്ടാൽ പോരെ? ഇത് കട്ട് ചെയ്തിടും. ഇവിടെ ഇതെങ്ങനെ ഇടും? ഇതെങ്ങനെ ഇടും? ഇത് ആകെ വെന്താവിഞ്ഞ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. നമുക്കങ്ങ് ഇടാം. നമുക്ക് ഇച്ചിരി സ്ട്രോബെറിയും കൂടെ ഇടാം. നമുക്ക് ഇച്ചിരി സ്ട്രോബെറി ജാമെന്നോ സ്ട്രോബെറി പ്രിസർവ്സ് എന്നോ പറയുന്ന സാധനത്തില് ഇത്രയും അമ്മ ഇടുന്നുള്ളൂ കേട്ടോ, ഓവറാക്കണ്ട. ഇനി ഇച്ചിരി മിൽക്ക് മെയ്ഡാണ് ഒഴിക്കാൻ പോകുന്നത്. മിൽക്ക് മെയ്ഡേ വരൂ മിൽക്ക് മെയ്ഡേ ഒന്ന് ഇറങ്ങി വരാമോ? ഇല്ല, നിറച്ചുകൊണ്ട്. അമ്മ ഹെൽപ്പ് ചെയ്യും. ഈ സൈഡിൽ കൂടെ ഒഴിക്കും. അതിനകത്തിലിട്ട് ആ പോർക്ക് ഒരു കുഞ്ഞാണ്ട് പോക്കാണ്. നമുക്ക് അത് മുങ്ങിപ്പോയിപ്പോൾ. ഇതെല്ലാം കൂടി നമ്മളങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ പാൽ ഒഴിച്ചപ്പോഴത്തേക്ക് ആ സാഗോ വെന്തത് ഇച്ചിരി ഒന്ന് ലൂസായി കേട്ടോ. സാഗോ വെന്തത് ലൂസായി, ഒരു പിങ്ക് കളറൊക്കെ വന്നു. ഇനി നമ്മൾ ഇതിനകത്തിലോട്ട് ഈ സാധനത്തിനെ പതുക്കെ അയ്യോ അപ്പോൾ കൊച്ചിന് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നോക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കൊച്ചിന് കൊടുക്കുക. വയറിന് വല്ല കേടും വന്നാലോ, സ്റ്റിച്ച് എടുക്കാൻ പോകേണ്ടത്. വാട്ടർമെലൻ അത്ര മധുരം ഇല്ലടോ. വാട്ടർമെലിന് ചെറിയൊരു പുളിപ്പുള്ള വാട്ടർമെലൻ പോലെ തോന്നും. കൊള്ളാമോ? അത് കുടിച്ചോട്ടെങ്കിൽ വാട്ടർമെലൻ അത് നമ്മൾ സ്പൂൺ തരാം. കൊള്ളാമോ കൊള്ളത്തില്ലയോ? പറ. കൊള്ളാം. പിള്ളേർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. വലിയ പാടില്ലാതെ ഉണ്ടാക്കി കൊടുക്കാം, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ. എനിക്ക് തോന്നുന്നു മിക്കവാറും പിള്ളേരുള്ള വീട്ടിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊട്ടും പ്ലാൻ ചെയ്തൊരു വീഡിയോ അല്ലായിരുന്നു. തെറ്റുകുറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും, കാരണം ഞങ്ങൾ പുതിയ യൂട്യൂബേഴ്സാണ്, വ്ളോഗൊന്നും ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ പരിഹരിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക. അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക അതിൽ. ഞാനത് പറഞ്ഞ് തീർത്തോട്ടെ പ്ലീസ്. എന്നിട്ട് സ്റ്റിച്ച് എടുക്കൽ പരിപാടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനി ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അവൻ എന്നെ കൊണ്ട് പറയിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. Subscribe.